التمسك بالأثر نجاه. السلام عليكم ورحمة الله وبركاته. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. അൽ അലാമാത്തുൽ ഫുറൂഇനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ജംഉൽ മുഅന്നസി സാലിം അതിനെക്കുറിച്ചാണ്. വ ഇല്ലാ ഉലാത്തു, ഉലാത്ത് മൊഴികെ, ഉലാത്ത് അത് ജംഉൽ മുഅന്നസി അസ്സാലിമിനോട് എന്താണത്? മുൽഹഖാണ്. വ ഇല്ലാ മാ ഒന്നുമൊഴികെ, എന്നിട്ട് ഒന്നാ ജുമിഅ അതിനെ ജംആക്കപ്പെട്ടു ബി അലിഫിൻ, അലിഫ് കൊണ്ടും വ താഇൻ, താ കൊണ്ടും. എങ്ങനത്തെ അലിഫും താ? മസീദത്തൈനി വർദ്ധിപ്പിക്കപ്പെട്ടതായ ഒരു താ കൊണ്ടും അലിഫ് കൊണ്ടും ജംആക്കപ്പെട്ട ഒന്ന്. അല മുഫ്രദിഹി, വർദ്ധിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ അല മുഫ്രദിഹി എന്ന മുത്താലിലേക്ക് മസീദത്തൈനി. അല മുഫ്രദിഹി, അതിൻ്റെ മുഫ്രദിനേക്കാളും വർദ്ധിപ്പിക്കപ്പെട്ട താവും അലിഫും കൊണ്ട് ജമ്മാക്കപ്പെട്ട ഒന്ന്. സവാഉൻ കാന, അതായിക്കോ. സവാഉൻ കാന മുസമ്മാഹു, അതിൻ്റെ അഥവാ മുഫ്രദിൻ്റെ മുസമ്മായിരുന്നാലും ശരി, മുഅന്നസം ബിൽ മാന, മാന കൊണ്ട് മുഅന്നസായാലും ശരി. ഏതുപോലെ ഹിന്ദ് പോലെ, ഹിന്ദ വ ഹിന്ദാത്തിൻ, ഹിന്ദ് ഹിന്ദാത്ത് പോലെ. അത് മാന കൊണ്ട് മുഅന്നസാണ്, പെണ്ണിൻ്റെ പേരാണല്ലോ. ഇനി അതല്ല വബി താ ഇ, താ മാന കൊണ്ട് എന്ന് പറഞ്ഞതിന് അടുത്ത് വബി താ ഇ, താവ് കൊണ്ടായിക്കോട്ടെ ആ മുഅന്നസ്, ആ അതിൻ്റെ മുസമ്മ എന്താ മുഅന്നസ് എന്തോട്ടായിക്കോട്ടെ, താ കൊണ്ടായിക്കോട്ടെ. കത്വൽഹത്ത വത്വൽഹാത്തിൻ പോലെ. കാരണം അത് ലഫ്ദിയാ നൽകാൻ മുഅന്നസ്, കാരണം താ ചേർന്ന് വന്നിട്ടുണ്ട്. ഔ അല്ല, അല്ലെങ്കിൽ ഔ ബീമ, രണ്ടും കൂടി ആയിക്കോട്ടെ. താ കൊണ്ടായിക്കോട്ടെ മാനവിയായി നിൽക്കും, ലഫ്ദിയാ നിൽക്കും, മാനവിയായി നിൽക്കുന്നുണ്ട്. ഇതുപോലെ ഫാത്തിമത്ത പോലെ വ ഫാത്തിമാത്തിൻ പറയുന്നത് പോലെ. ഔ അല്ലെങ്കിൽ ബി അലിഫിൽ മഖ്സൂറത്തി, മഖ്സൂറാൻ്റെ അലിഫ് കൊണ്ടും. ഇതുപോലെ ഹുബല വ ഹുബലയാത്ത്, ഹുബലയാത്തിൻ പോലെ. ഔ അല്ലെങ്കിൽ ബിൽ മംദൂദത്തി, മംദൂദാൻ്റെ അലിഫ് കൊണ്ടും. ഇതുപോലെ സഹ്റാ വ സഹ്റാവാത്തിൻ പോലെ. ഇനി അതല്ല ഔ മുസക്കറൻ, നേരത്തെ മുഅന്നസ്, ഇനി ഔ മുസക്കറൻ, അതിൻ്റെ മുസമ്മ മുസക്കർ ആയിക്കോട്ടെ, ഗൈറാക്കിൻ്റെതാണിത്. ഇതുപോലെ കസ്തബിലിൻ, അതിൻ്റെ ജമ്മ് പറയുന്നത് വസ്തബിലാത്തിൻ എന്ന് പറയുന്നത് പോലെ. ഇസ്തബിൽ പറഞ്ഞാൽ എന്താ? കുതിരൻ്റെ ആല, അപ്പോൾ ഗൈറാക്കിൻ്റെതാണ്. അപ്പം അത് എന്താ? മുസക്കറാണ്. പക്ഷേ മുസക്കറാണെങ്കിലും ഇസ്തബിൽ മുസക്കറാണെങ്കിലും അതിനെ ഇസ്തബിലാത്ത് എന്ന് ജമ്മാക്കി, ഗൈറാക്കിലാണ്. അപ്പോൾ വസ്തബിലിൻ വസ്തബിലാത്തിൻ പോലെ ഈ പറഞ്ഞതൊക്കെ. അപ്പം എന്താ പറഞ്ഞത് ഇവിടെ? ജംഉൽ മുഅന്നസി അസ്സാലിമിനോട് മുൽഹഖായത് ഉലാത്തു മാത്രമേ പറഞ്ഞുള്ളൂ. ഉലാത്തു ഉലാത്തി, ഉലാത്തു ഉലാത്തി. പിന്നെ അദ്രിയാത്ത് പോലത്തെ കൽഫിയൽ വന്നിട്ടുണ്ട്. ഏതായാലും അവിടെ വ്യത്യസ്ത ലൂഹകളുടെ അൽഫിയൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ഉലാത്തു. പിന്നെ അതേപോലെ തന്നെ സായിദായ അലിഫും താ കൊണ്ട് ജമ്മാക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ വഹാദ, ഇത് ഹുവൽ ബാബുർ റാബിഉ, നാലാമത്തെ ബാബാണ്. മിമ്മ ഖറജ അനിൽ അസ്ലി, അസ്ലിനെ തൊട്ട് പുറത്തു പോയതിൽ നിന്നുള്ള നാലാമത്തെ ബാബാണ്. ആദ്യം നമ്മൾ അസ്മാഉ സിത്ത പറഞ്ഞില്ലേ, പിന്നെ മുസന്ന പറഞ്ഞില്ലേ, പിന്നെ നമ്മളേതാ പറഞ്ഞത്? ജംഉൽ മുദക്കരി സാലിമും പറഞ്ഞു. പിന്നെ നാലാമത്തേതാണ് ജംഉൽ മുഅന്നസി അസ്സാലിം. പൊതുവെ 8 നിബന്ധനകളാണ് ഉണ്ടാവല്. ഈ 8 നിബന്ധനകൾ ഏതെങ്കിലും ഒരു നിബന്ധന ഉണ്ടായാൽ നമുക്ക് ജംഉൽ മുഅന്നസി അതിനെന്താക്കാം? നമുക്ക് ജംഉൽ മുഅന്നസി അസ്സാലിമാക്കാം. അത് ഒന്ന് നമ്മൾ സൂചിപ്പിക്കുക, അതിലില്ല. അതിൽപ്പെട്ടതാണ് ഒന്നെന്താ? മുഅന്നസായ അലമിൻ്റെ ഇസ്മാകുക. മുഅന്നസായ അലമിന് മുഅന്നസായ അലം, അതിൻ്റെ ഇസ്മ ഇപ്പോൾ ദാദ്, ദാദാത്ത്, മറിയമാത്ത്, ഹൗലാത്ത്, ഇങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ പിന്നെ താഉ തൈനീസ് കൊണ്ട് തൈനീസിൻ്റെ താ കൊണ്ട് അവസാനിച്ച എല്ലാ ഇസ്മും, അത് മുദക്കറായാലും ശരി മുഅന്നസായാലും ശരി. മുദക്കറായാലും ശരി, ഇപ്പോൾ ത്വൽഹാത്ത് പോലെ, മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം പെട്ടു. പിന്നെ അപ്പോൾ താഉ തൈനീസ് വന്ന ഇസ്മായിത്ത്, ഹംസാത്തൊക്കെ അതിൽ പെട്ടു. അതിൽ ഒഴിവാക്കിയ ചില പദങ്ങളുണ്ട്. ഇമ്രാത്ത്, ഷാത്ത്, അമത്ത്, ഉമ്മത്ത്, ഷഫത്ത്, മില്ലത്ത്. അതിൻ്റെ ജമ്മ് വേറെ. ഇമ്രാത്തിന് ജമ്മ നിസാ, ഷാത്ത്, ഷിയാഹ്, അമത്ത്, ഇമാ, ഉമ്മത്ത്, ഉമമ്, ഷഫത്ത്, ഷിഫാഹ്, മില്ലത്ത്, മിലൽ, ഇങ്ങനെ പറയുക. അതായിരുന്നു ഒഴിവാണ്. അത് മനസ്സിലാക്കി അതിൻ്റെ കൂടെ. പിന്നെ അല്ല എന്തായാൽ മതി? താ കൊണ്ട് മക്റൂനായ ഒരു മുഅന്നസിൻ്റെ സിഫത്താവുക. മുർദിയാത്ത്, കാത്തിബത്ത്, ഇതൊക്കെ പെട്ടും. കാത്തിബത്ത്, കാത്തിബാത്ത്, മുർദിയാത്ത്, ഇങ്ങനൊക്കെ ആക്കാലോ.
അല്ല പിന്നെ എന്താ അറിയോ, ഗൈറു ആക്കിലായ മുദക്കറിനെ തസ്ഗീറാക്കിയിട്ട് അതിൻ്റെ മുസഗറായ ഇസ്മ അതിൻ്റെ ഗൈറു ആക്കിലായ മുദക്കറിനെ. അപ്പോൾ ദുറൈഹിമാത്ത് എന്ന് പറയാം. കുത്തയ്യിബ് കുത്തയ്യിബാത്ത്. അപ്പോൾ ഗൈറു ആക്കിലാണ്, മുദക്കറാണ്, പക്ഷേ അതിനെ തസ്ഗീർ ചെയ്ത് ആ മുസഗർ നമുക്ക് ഈ നിലക്ക് ജമ്മാക്കാം. മനസ്സിലായോ? കാരണം ദുറൈഹിം എന്നുള്ളത് ശരിക്കും ദിർഹമുൻ സഗീറുൻ എന്ന് പറയുന്നതിൻ്റെ കൂവത്തിലാണ് അതുള്ളത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ റുബായിയോ ഹുമാസിയോ സുദാസിയോ അഫ്ആലുകളുടെ മസ്ദറിനെ അതിനെ ജമ്മാക്കുമ്പോൾ ഇക്രാമാത്ത് അല്ല റുബായിയാണ്. അതുപോലെ തഹമ്മുസ് ഹുമാസിയാണ്, തഹമ്മുസാത്ത്. പിന്നെ ഈ എന്താ ഇസ്ത്യാലാമാത്തല്ല ഇസ്ത്യാമാലാത്ത്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയലുണ്ട്. അപ്പോൾ റുബായിയോ ഹുമാസിയോ സുദാസിയോ ആയ അഫ്ആലുള്ള മസ്ദറിനാക്കാം. പിന്നെ ആറാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ഗൈറുവാക്കിലായ മുദക്കറിൻ്റെ സിഫത്ത്. ഗൈറുവാക്കിലാണ്, മുദക്കറിൻ്റെ സിഫത്താണ്, പക്ഷേ ഗൈറുവാക്കിലാണ്. ഇപ്പോൾ ജബലിനെ കുറിച്ച് പറയില്ല, ഷാഹിഖ്, അവിടെ ഷാഹിഖാത്തു എന്ന് പറയും. കാരണം ഗൈറുവാക്കിലായ മുദക്കറിൻ്റെ സിഫത്താണ്, അപ്പോൾ അങ്ങനെ പറയും. ഇനി ഒരു ഇസ്മ അജമിയ ഇസ്മാകുക, അല്ലെങ്കിൽ ഹുമാസിയ ഇസ്മാട്ടെ. ഒന്നുകിൽ അജമിയ അല്ല ഹുമാസിയ ഇസ്മാണ്, പക്ഷേ അതിൻ്റെ ജമ്മ് കേൾക്കപ്പെട്ടിട്ടില്ല. അത് അങ്ങനെയുള്ളതാണ്. ഇപ്പോൾ അതിൽപ്പെട്ടതാണ്. ഇപ്പോൾ അജമിക്ക് നമ്മൾ പറയുക തിൽഫാസാത്ത്, ബർണാമിജാത്ത് ഇങ്ങനെയൊക്കെ പറയും. പിന്നെ ഹമ്മാമാത്ത് ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. പിന്നെ ഹമ്മാം എന്നുള്ളത് മുദക്കറാണ്. പിന്നെ എട്ടാമത്തേത് എന്ന് പറഞ്ഞാൽ പിന്നെ പൊതുവെ ഐർവാക്കിൻ്റെ ഇസ്മാണ്, പക്ഷേ അതിനെ തുടങ്ങിയത് ഇബ്നി സൂ പോലത്തത് കൊണ്ടാണ്. സൂസി ഇങ്ങനെയുള്ളതിനെ കൊണ്ട് തുടങ്ങിയത്. അതിനെ നമ്മൾ ജമ്മാക്കുമ്പോൾ ഇബ്നു ആവാ എന്ന് പറഞ്ഞാൽ കുറുനരി. ഇബ്നു ആവാ എന്നിൻ്റെ ജമ്മാക്കുമ്പോൾ ബനാത്തു ആവാന്നാക്കുക. ഇബ്നു കൊണ്ടാണ് തുടങ്ങിയത്, മുദക്കറാണെങ്കിലും. മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ സവാത്തുൽ ഖഅദ, ദുൽഖഅദക്ക് സവാത്തുൽ ഖഅദ ഇങ്ങനെയൊക്കെ മാറ്റും. അതുപോലെ തന്നെ ഹുറൂഫുകളെ ഹിജായ ഹുറൂഫുകളൊക്കെ നമ്മൾ ജമ്മു നസാലിമാക്കിയിട്ട് പറയും. അലിഫ് അലിഫാത്ത് ഇങ്ങനെ പറയും. അതൊക്കെ അതിൽപ്പെട്ടതാണ്, എൻ്റെ കൂടെ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി ഇപ്പോൾ ഏതായാലും നോക്കാം. ഫയുൻസബു, അപ്പോൾ ഫയുൻസബു ഹാദൽ ബാബ്, ഈ ബാബിനെ നസ്ബ് ചെയ്യപ്പെടും ബിൽ കസ്റത്തി, കസ്റത്ത് കൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെടുക. നിയാബത്തൻ അനിൽ ഫത്ഹത്തി, ഫത്ഹത്തിനെ പകരമായിക്കൊണ്ട് കസ്റത്ത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഫറായിയായ അലാമത്തായി. ഇതുപോലെയൊക്കെ ഖലഖല്ലാഹു സമാവാത്തി പോലെ അൻകബൂത്തിലെ 44-ാമത്തെ ആയത്ത് സമാവാത്തി മഫ്ഊലുൻ ബിഹി അല്ല അവിടെ, പക്ഷേ മഫ്ഊൽ മൻസൂബ് ബിൽ കസ്റത്തിയാണ് അവിടെ, നിയാബത്തൻ അനിൽ ഫത്ഹത്തി. വ അസ്തഫൽ ബനാത്തി, അവിടെ ഇസ്തിഫാമിൻ്റെ ഹംസ ഉണ്ട്, അവിടെ മറ്റേ വസ്ലിൻ്റെ ഹംസ കളഞ്ഞതാ. അസ്തഫൽ ബനാത്തി ഹംസ ഇസ്തിഫാമിൻ്റെ ഹംസാണ്. അസ്തഫൽ ബനാത്തി സ്വാഫാത്തിലെ ആയത്താണത്. അവിടെ അൽ ബനാത്തി മഫ്ഊലുൻ ബിഹിയാണ്. അപ്പോൾ മൻസൂബും ബിൽ കസ്റത്തിയാണ്, നിയാബത്തൻ അനിൽ ഫത്ഹത്തി നീറ പറയും. എന്നാൽ വ അമ്മ ഇത് ജമുൽ മുഅന്നസി അസ്സാലിം വ അമ്മ ഫിർ റഫിലും വൽ ജർരി, ജറിൻ്റെ അവസ്ഥയിൽ എങ്ങനെ ഫഇന്നഹു അലൽ അസ്ലി, അത് അസ്ലിൻ്റെ മേൽ തന്നെ ആയിരിക്കും, അസ്ലിയായ ദാഹിറായ ഹർക്കത്തോട് തന്നെ ആയിരിക്കും. മനസ്സിലായില്ല? മുസ്ലിം ഇപ്പോൾ ജാഅത്തിൽ മുസ്ലിമാത്തു ഉണ്ടോ, മറർത്തു ബിൽ മുസ്ലിമാത്തി, അസ്ലിയായി നൽകുന്ന പറയാം. ഇനി വഹ്തുരിസ ബി ഖൗലിഹി മസീദത്തൈനി എന്ന മുസന്നിഫിൻ്റെ ഖൗല് കൊണ്ട് എന്താ വഹ്തുരിസ സൂക്ഷിക്കപ്പെട്ടു, അമ്മ ഒന്നിനെ തൊട്ട്. എങ്ങനത്തെ ഒന്നാ? കാനത്തി താഉ ഫീഹി, അതിൽ താ ആകുന്നത് അസ്ലിയത്തൻ, അസ്ലിയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു മസീദ് ആവണമെന്ന്, അസ്ലിയാത്താണ് പിന്നെ അങ്ങനെ ആക്കൂല. അപ്പോൾ ഇതുപോലെ അബിയാത്തിൻ വ അംവാത്തിൻ പോലെ, അബിയാത്തിൻ ബൈത്തിൻ ജമ്മ് അബിയാത്തുൻ അബിയാത്തിൻ അബിയാത്തൻ, അംവാത്തുൻ അംവാത്തിൻ അംവാത്തൻ ഇങ്ങനെ പറയും. അല്ലാണ്ട് ഇത് എന്താ ഫത്ഹത്തിനെ നിയാബൈറ്റ് കസ്റോണ്ട് അബയാത്തിൻ എന്ന് പറയൂല, അബയാത്തൻ തന്നെ പറയാം, അംവാത്തൻ തന്നെ പറയും നസ്ബ്. മനസ്സിലായില്ലേ? കാരണം എന്താ അവിടെ തായ് ബൈത്ത് മയ്യിത്ത്, ആ താ അവിടെ അസ്ലാണ്, സായിദല്ല. ഔ അല്ലെങ്കിൽ ഔ അമ്മ കാനത്തി താവു എന്ന് പറയില്ലേ, ഔ അല്ലെങ്കിൽ ഔൽ അലിഫ് ഉണ്ടാവുക അസ്ലിയത്തൻ, അതിൽ അസ്ലിയാവുക. ഇതുപോലെ ഖുദാത്തിൻ വ ഖുസാത്തിൻ പോലെ, ഖുദാത്ത് ഖുസാത്ത് പോലെ. ഖുദാത്ത് ഖുസാത്തിൻ്റെ അസ്ല എങ്ങനെ? ഖുദായത്തുന്നും
ഖുസവത്തുൻ എന്നാ. ഖുദയത്തുൻ ഖുസവത്തുൻ. അപ്പോൾ ഖുദയാക്കും വാവ് ഹറക്കത്ത് മാക്കബില് ഫത്ഹ് വന്നപ്പോൾ അലിഫാക്കി മാറ്റി മറിച്ചതാണ്. അപ്പോൾ അലിഫ് അവിടെ അസ്ലിയാണ്, സായിദല്ല. അപ്പോൾ ഖുദാത്തൻ എന്നാ പറയുക, ഖുസാത്തൻ എന്നാ നസ്ബന്നെ പറയുക. അല്ലാണ്ട് നസ്ബൻ അത് ഖുദാത്തിൻ ഖുസാത്തിൻ എന്നല്ല. അപ്പോൾ ഫയുൻസബാനി അവ രണ്ടും നസ്ബ് ചെയ്യപ്പെടും ബിൽ ഫത്ഹത്തി, ഫത്ഹത്ത് കൊണ്ട് അലൽ അസ്ലി, അസ്ലി അടിസ്ഥാനത്തിൽ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആ ബാബ്. ഇനി അടുത്തത് ഗൈറു മുൻസരിഫ, ഫുറൂഇയ അലാമത്തുള്ള നോക്കുക. ഫറഇയ അലാമത്തുള്ള വ ഇല്ലാ മാലാ യൻസരിഫു, മാലാ യൻസരിഫും കൂടാതെ, അഥവാ ഗൈറു മുൻസരിഫ് സർഫാവാത്തൊന്നും കൂടാതെ. വഹുവ, എന്താ ഈ മാലാ യൻസരിഫ് എന്ന് പറഞ്ഞാൽ? വഹുവ അത് ഒരു ഇസ്മാണ്. ഫിഹി അതിലുണ്ട് ഇല്ലത്താണ്, 2 ഇല്ലത്തുകളുണ്ടാവും. മിൻ അലലിൻ 9 ഇല്ലത്തുകളിൽ നിന്ന് 2 ഇല്ലത്തിലുണ്ടാവും. അപ്പോൾ 9 ഇല്ലത്തുകൾ, അത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വെറും അലാമത്തുൽ ഫുറൂ മാത്രം പറയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ആ 9 ഇല്ലത്തുകളും അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഗൈറു മുൻസരിഫ് ബാബന്നെ വരും. അതുകൊണ്ട് ഇവിടെ നമ്മളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വഹുവ മാ ഒന്നാണ്, ഫിഹി അല്ലത്തൻ അതിലുണ്ട് അല്ലത്തൻ 2 ഇല്ലത്തുണ്ടാവും. മിൻ അലലിൻ 9 ഇല്ലത്തുകളിൽ നിന്ന്. ഫാത്തിമത്ത, ഫാത്തിമത്ത് എന്ന അലമ് പോലെ ഫാത്തിമത്തിൽ 2 ഇല്ലത്ത് കിടക്കുന്നുണ്ട്. അത് ഗൈറു മുൻസരിഫാവാനുള്ള കാരണം 2 ഇല്ലത്തുകൾ, അതായത് 9 ഇല്ലത്തിൽ നിന്ന് 9 കാരണങ്ങളിൽ നിന്ന് 2 ഇല്ലത്ത്, 2 കാരണമുണ്ട്. അതിലൊന്ന് എന്താവണം? മാനവിയായ ഇല്ലത്താവണം. അതിൻ്റെ കൂടെ ലഫ്സിയായ ഇല്ലത്ത് കാരണം ഉണ്ടാവണം. മാനവിയായ ഇല്ലത്ത് എന്താണത്? അത് അലമാണ്, ഒരു നാമമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ എന്ത് ചേർന്നു? ലഫ്സിയായ ഇല്ലത്ത് ചേർന്നു. അതെന്താ? തഅനീസ്, അത് മുഅന്നസാണ്. അപ്പോൾ 2 ഇല്ലത്ത് അതിൽ ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഔ മിൻ ഇലാലി ഔ മാ ഫീഹി ഇല്ലത്താനി എന്ന് പറയുന്നത് അങ്ങോട്ട്. ഔ വാഹിദത്തും മിൻഹ, മിൻഹ എന്ന് പറഞ്ഞാൽ 9 ഇല്ലത്ത്. ആ 9 ഇല്ലത്തിൽ നിന്നും 1 ഇല്ലത്ത് ഉണ്ടായാൽ മതി. എങ്ങനത്തെ ഇല്ലത്ത്? അത് തഖൂമു, ആ ഒരു ഇല്ലത്ത് നിലകൊള്ളും. മക്കാമഹുമ, അതിൽ ആ 2 ഇല്ലത്തിൻ്റെ മക്കാമ് നിലകൊള്ളുന്ന ഒരു ഇല്ലത്ത്. മസാജിദ പോലെ ഗൈറു മുൻസരിഫ്. അതിൻ്റെ അതൊക്കെ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാബ് നമ്മൾ വിശദീകരിക്കും. അത് ജമ്മ്, അത് അതിൻ്റെ അങ്ങോട്ടൊരു ജമ്മില്ല, അത് മുഫ്രദുൽ ആഹാദില്ല എന്ന് തുടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാബിൽ വരും. ഇപ്പോൾ ഏതായാലും നമുക്ക് വെറും അലാമത്ത് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മസാജിദ പോലെ, മസയത്തി ഇൻഷാ, അതേതാ അത് വരുന്നത് പോലെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം വരും ഇൻഷാ അല്ലാഹ് എന്ന് നൽകും ഷാരിഹ് പറയുക. അത് വരും അതിനെക്കുറിച്ചുള്ള. വഹുവൽ ബാബുൽ ഖാമിസു. അപ്പോൾ ഈ ഗൈറു മുൻസരിഫാണ് എന്ത്? 5ാമത്തെ ബാബ്. മിമ്മാ ഖറജ അനിൽ അസ്ലി, അസ്ലിനെ തൊട്ട് പുറത്തു പോയതിൽ നിന്നുള്ളതായ 5ാമത്തെ ബാബ്. അപ്പോൾ അസ്ലിനെ തൊട്ട് പുറത്തു പോയതിൽ നിന്നുള്ള 5ാമത്തെ ബാബാണ് ഇത് ഗൈറുൽ മുൻസരിഫ്. അപ്പം എൻ്റെ പ്രത്യേകത എന്താ? അപ്പോൾ ഫയുജറു ബിൽ ഫത്ഹത്തി, അത് ഫത്ഹത്ത് കൊണ്ട് എന്ത് ചെയ്യും? ഫത്ഹത്ത് കൊണ്ടാണ് ജർ ചെയ്യപ്പെടുക. നിയാബത്തൻ അനിൽ കസ്രത്തി, കസ്രത്തിന് പകരം. അപ്പോൾ ജമ്മുൽ മുനസ്സി അസാലിമിൻ്റെ നേരെ എതിര്. അതെന്താ? നസ്ബ് കസ്രത്ത് കൊണ്ടാണ്. ഇതെന്താ? ഇത് കസ്റ് ഫത്ഹത്ത് കൊണ്ടാണ്. അത് കസറത്തുകൊണ്ട് നസ്ബ് ജമ്മുൽ മുഅന്നസ്, കസറത്തുകൊണ്ട് നസ്ബ്. ഇതോ? ഇത് ഫത്ഹത്ത് കൊണ്ട് ജർ, ആ നിലക്ക്. അപ്പോൾ തിരിച്ച്. അപ്പോൾ ഏതായാലും നിയാബത്തൻ അനിൽ കസറ, കസറത്തിനെ തൊട്ട് പകരമായിക്കൊണ്ട്. നഹ്വ പോലെ കൗലിക്ക, നിൻ്റെ കൗല് പോലെ. മറർത്തു, ഞാൻ നടന്നു. ബി അഫ്ദല മിൻഹു, അവനേക്കാൾ അഫ്ദലായത്തിൻ്റെ അരികിലൂടെ. അപ്പോൾ അഫ്ദല എന്നാണ് പറഞ്ഞത്. ബി അഫ്ദല എന്നുള്ളത് മജ്റൂറാണ്. പക്ഷെ എന്തുകൊണ്ടാ? ബിൽ ഫത്ഹത്തിന പറയാൻ, നിയാബത്തൻ അനിൽ കസ്റത്തിനാണ്. കാരണം എന്താ? അത് ഗൈറു മുൻസരിഫാണ്. 2 ഇല്ലത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് വസ്ഫ്, മാനവിയായ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ വസ്ഫ്. അതേപോലെ തന്നെ ലഫ്സിയായ ഇല്ലത്ത് എന്ന് പറയുമ്പോൾ അതിൽ വസ്നു ഫിയാൽ. അതേപോലെ തന്നെ വബി ഫാത്തിമത്ത, അഥവാ മറർത്തു ബി ഫാത്തിമത്ത, അതുപോലെ മറർത്തു ബി മസാജിദ വ മസാബിഹ എന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ വ മസാബിഹ വ സുഹ്റാ, ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. എങ്ങനെ? അഥവാ ജറ് ഫത്ഹത്ത് കൊണ്ടാണ്, നിയാബത്തനിൽ കസ്റത്തി എന്നാണ് ഈ ഹുക്മ്. അഥവാ ഫൈജറു ബിൽ ഫത്ഹ, ഫത്ഹത്തോട് ജറ് എന്നുള്ള ഫറഇയായ അലാമത്ത്. വഹാദൽ ഹുക്ം, ഈ ഹുക്ം മുസ്തമിറുൻ ഫീ, അതിൽ നിരന്തരമായി കൊണ്ടേയിരിക്കും, മുസ്തമിറായി കൊണ്ടിരിക്കും. ഇല്ലാ മഅൽ, അല്ലിനോട് കൂടെ അല്ലെങ്കിൽ, അല്ലിനോട് കൂടാൻ പറ്റൂല. എങ്ങനത്തെ അല്ല? ദാഖിലത്തി അലൈഹി, അതിൻ്റെ മേൽ പ്രവേശിച്ചതായ അല്ലിനോട് കൂടെ അല്ലെങ്കിൽ, അല്ലിനോട് കൂടെ വന്നാൽ ഫയുജറു ബിൽ കസ്റ, കസ്റത്തോട് തന്നെയാണ് ജറ്. അസ്ലിയായ അലാമത്ത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? നഹ്വ ഖൗലിക, നിൻ്റെ ഖൗലിലെ മറർത്തു ബിൽ അഫ്ദലി, അല്ലു വന്നതുകൊണ്ട് അഫ്ദലി എന്ന് പറഞ്ഞു. അഫ്ദല എന്നല്ല, അഫ്ദല എന്നല്ല, അഫ്ദലി തന്നെ പറഞ്ഞു.
ഇനി വഖൗലുഹു തആല വഅൻതും ആകിഫൂന ഫിൽ മസാജിദി എന്നണ്ട മസ്ജിദും ജമ്മ മസാജിദ പക്ഷെ അല്ല് വന്നതോടുകൂടി മൂപ്പര അത് ഔട്ടായും ഫിൽ മസാജിദി അസ്ലിയായ അലാമത്ത് തന്നെ അവിടെ പറഞ്ഞു ഫിൽ മസാജിദി ഔ അല്ലെങ്കിൽ ഇല്ല മഅൽ എന്നറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അല്ലെങ്കിൽ ഔ മഅൽ ഇദാഫത്തിൻ്റെ കൂടെയും അല്ലെങ്കിൽ മനസ്സിലായി ഇദാഫത്തിൻ്റെ കൂടെ ആകുമ്പോൾ അസ്ലിയായി നിൽക്കാൻ നഹ്വ ഏതുപോലെ മറർതു ബി അഫ്ദലിക്കും കണ്ടോ അഫ്ദല എന്നല്ല അഫ്ദലിക്കും കാരണം എന്താ കുമെന്നിലേക്ക് ഇദാഫത്ത് ചെയ്തപ്പോഴും അല്ല് വന്നാലും ഔട്ടാകുമല്ലോ വജുറ ബിൽ ഫത്ഹത്തി മാല യൻസരീഫ് മാലം യുദഫ് ഔ യകു ബഅദ അൽ റദീഫ് നബി മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞില്ലേ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ രണ്ട് ബാബാന്ന് പഠിച്ചത് അതൊക്കെ ജമ്മു മുഅന്നസും അതുപോലെ തന്നെ ഗൈറു മുൻസരിഫും ജമ്മു മുഅന്നസിൽ ഇപ്പോൾ എന്താണ് നമുക്ക് ഫറയ്യ അലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ കസറത്ത് കൊണ്ടാണ് നസ്ബ് ബാക്കിയൊക്കെ പിന്നെ സാഹിറാണ് പിന്നെ ഗൈറു മുൻസരിഫിൽ നമുക്ക് എന്താ കിട്ടിയത് ഗൈറു മുൻസരിഫിലും കിട്ടിയത് ഫത്ഹത്ത് കൊണ്ട് ജറ് ബാക്കിയെല്ലാം അസ്ലിയായി തന്നെ ഇനി തന്നെ കിട്ടണമെങ്കിൽ അല്ല് വരരുത് മുദാഫായിട്ട് വരാനും പാടില്ല ഇൻഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി